Hello everyone, welcome to day 2. Good morning. So ഇന്ന് നമ്മൾ എഡിൻബ്രയിൽ തന്നെയാണ് ഉള്ളത്. ഞങ്ങളിപ്പോൾ സ്കോട്ട്ലൻഡിലെ മിഡിൽ ഏരിയ ആൻഡ് ദ നോർത്തേൺ പാർട്ട് ഓഫ് സ്കോട്ട്ലൻഡിലേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത്. ഒരു ബസ് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറേ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലം കയറിയിട്ടാണ് പോകേണ്ടത്. ഓൾമോസ്റ്റ് കാസിലിൻ്റെ അടുത്താണ്. സോ ഇറ്റ് ഈസ് വെരി മച്ച് സ്റ്റീപ്പ്. ഇവരൊക്കെ ആ ബസ് ട്രിപ്പിന് വേണ്ടി കാത്തുക്കാണ്. How did you find Edinburgh? Awesome, Adipoli. Why did you add awesome, dude? അപ്പം ഞങ്ങളിതാ ബസ്സിൽ കയറി ആൻഡ് ഞങ്ങൾ പോകുന്ന ടൂറിൻ്റെ പേര് ലോക്നെസ്, ഗ്ലെൻകോ ആൻഡ് ഹൈലൻഡ്സ് ടൂറാണ്. ഇത് ടിംബർ ബുഷ് എന്ന് പറഞ്ഞ ഒരു ബസ് ടൂർ കമ്പനി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ടൂറാണ്. ഞങ്ങൾ ബസ് ഡ്രൈവർ തന്നെയായിരുന്നു ടൂർ ഗൈഡ്. ഹി വാസ് എ വെരി ഫണി വിറ്റി ഗൈ. അവരുടെ അടുത്ത് ഒരു മൈക്ക് ഉണ്ടായിരുന്നു. സോ ഹി വാസ് എക്സ്പ്ലെയിനിങ് എവറിത്തിങ്. നമ്മൾ വഴിയിൽ കാണുന്ന എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്തു, കഥകൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇറ്റ് വാസ് എ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് ടൂർ ഇസ് ഈ വ്യൂസ്. ലൈക്ക് നമുക്ക് സ്കോട്ട്ലാൻഡിൻ്റെ ആ ട്രൂ ഫീലിംഗ് നമുക്ക് ഈ ബസ് ടൂറിൽ നിന്നും കിട്ടും. നമ്മുടെ അടുത്ത് സമയമില്ല അല്ലെങ്കിൽ വെഹിക്കിൾ ഓപ്ഷൻസ് ഇല്ല എന്ന് വെച്ചാൽ ഐ വുഡ് ടോട്ടലി സജസ്റ്റ് ദിസ് ടൂർ. സോ ഞങ്ങൾ ഒരു ചെറിയൊരു ബ്രേക്കിന് വേണ്ടി ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്, അവിടെ വന്ന് നിന്നതാണ്. സോ വാഷ്റൂം ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കിന് വേണ്ടി. എങ്ങനെയുണ്ടല്ലേ? നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൈലന്റ് പീസ്ഫുൾ ആയിട്ട് ഫുൾ ഓഫ് നേച്ചർ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സോ ഇതാണ് ലൈക്ക് ഇവിടെ ഒരു ചെറിയ കോഫി പോയിന്റ് ആസ് വെൽ ആസ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ സ്ഥലം ഉണ്ട്. സോ ആൾക്കാർ, കുറേ ബസ്സിൻ്റെ ആൾക്കാരുണ്ട്. ടൂറിസായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോവനിയർ എടുക്കണ്ടെങ്കിലേ ഇത് ആക്ച്വലി ഇവിടുത്തെ കൂ പറഞ്ഞ ഒരു പശുവാണ്. കൂ ആണോ? ആ, ഹൈലാൻഡ് കൗ. 29 രൂപയുള്ളൂ. സോ ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഹൈലാൻഡ് കൂ. മുകളിൽ വലുതൊന്നുണ്ട്. ഇത് ഒറിജിനൽ. ഇതാണ് ഒറിജിനൽ. നല്ല ഹെയർ സ്റ്റൈൽ അല്ലേ? അടിപൊളി ഹെയർ സ്റ്റൈൽ. തേരെ നാം ഇൻസ്പയർഡ്. I think there's competition for the carrot. Yeah, the last carrot. Salam. You want salam? തൊട്ടോ Salam inside if you want to. Careful, we have തൊട്ടോ തൊട്ടടാ. അങ്ങനെ ഞങ്ങൾക്ക് ഹൈലാൻഡ് കൗവിനെ കാണാൻ പറ്റി. ഇത് ഞങ്ങൾ സ്കോട്ട്ലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള സാധനമായിരുന്നു. സോ ഐ വാസ് നോട്ട് ഷുവർ അത് കാണാൻ പറ്റുമല്ലോ എന്ന്. ബട്ട് ഇവിടെ കാണാൻ പറ്റി. അത് വൈൽഡിലല്ലെങ്കിലും അതിന് ലൈക്ക് ഇവിടെ അവരെ ഫാമിലുള്ള കവാണ്. സോ അങ്ങനെയെങ്കിലും കാണാൻ പറ്റി. ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്.
അത്രയും ഭംഗിയുള്ള വ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്സ് അതേപോലെ ഇട്ടത്. എനിക്കൊന്നും എഡിറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല. ഐ റിയലി വാണ്ടഡ് യു ടു സീ ദിസ്. നമ്മളിപ്പം ഒഫീഷ്യലി സ്കോട്ടിഷ് ഹൈലൻഡ്സിലാണ്. ഇവിടെ നമുക്ക് പലതരം സീൻസ് കാണാൻ സാധിക്കും. മലകൾ, ഫീൽഡ്സ്, ലേക്സിന് ഇവിടെ ലോക്ക് എന്നാണ് പറയുന്നത്, LOCH ലോക്ക്. ആൻഡ് സ്കോട്ടിഷ് ഹൈലൻഡ്സിൽ ആൾക്കാർ ട്രെക്ക് ചെയ്യാനും ഹൈക്ക് ചെയ്യാനും വരുന്നതാണ്. സോ ആൾക്കാർ എന്താ ചെയ്യുക വെച്ചാൽ യൂഷ്വലി ഇവിടുത്തെ സമ്മർ ആയാൽ അവർ ലോങ് ഹൈക്സിന് പോകാൻ തുടങ്ങും. ആൾക്കാർ കിലോമീറ്റർ കണക്കിനാണ് ഹൈക്ക് ചെയ്യുന്നത്. സോ അവരത് 1-2 ഡേയ്സിൽ തീരുന്ന ഹൈക്സ് ആയിരിക്കില്ല. പൊതുവേ 1 വീക്ക് 15 ഡേയ്സ് അങ്ങനത്തെ ഹൈക്സ് ആയിരിക്കും ആൾക്കാർ ചെയ്യുക. NESS to sign the King's Declaration, but when he set out to leave Glencoe, there was heavy snowfall here in the glen. ഞങ്ങൾ ഇപ്പം ഗ്ലെൻകോ വാലിയിലാണുള്ളത്. ഇവിടെ ബസ് നിർത്തിയിരിക്കുകയാണ്. ഇഫ് യു വോണ്ട് ടു ടേക്ക് ഫോട്ടോസ് എടുക്കാമെന്ന്. സോ ദിസ് ഈസ് ദ വ്യൂ ദാറ്റ് വി ഹാവ്. വളരെ ഭംഗിയുള്ള വ്യൂ ആണ്. ലൈക്ക് ഐ കാൺട്ട് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ വേർഡ്സ്. അത്രയും ഭംഗിയാണ്. ആൻഡ് ക്യാമറയിൽ എത്ര കാണിച്ചാലും അത്ര എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടെ അത് സത്യം, ഇത് അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ആൻഡ് ഇത് ഞങ്ങളിപ്പോൾ ഉള്ളത് ഗ്ലെൻകോ വാലിയിലാണ്. സോ ഗ്ലെൻകോ വാലീസ് 3 മലകളുണ്ട്. ആ 3 മലകൾ 3 സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. 3 സിസ്റ്റേഴ്സ് ഓഫ് ഗ്ലെൻകോ എന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ അവിടെ കാണിച്ചത് അത് ഒരു ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യാം, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിക്കാം. ഒരു വലിയൊരു മസാക്കർ നടന്നിരുന്നു. ആ സമയത്തുള്ള രാജാവ് ഒരു 40 ആൾക്കാരെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊന്നിരുന്നു. ലൈക്ക് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്. അത് കാരണം ഈ വാലിനെ വീപ്പിംഗ് ഗ്ലെൻ എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് അവർ ചോര ഒഴുകി എന്നുള്ള ഒരു ആ കഥ കാരണം. ഓക്കെ, അല്ല അയാൾ പറഞ്ഞത് ചോര ഒഴിക്കുന്നു, അപ്പൊ ഞാൻ അതാ മനസ്സിലാക്കി. ഓക്കെ. Cruel is the snow that sweeps Glencoe and covers the grave O'Donnell. And cruel was the foe that raped Glencoe and murdered the house of O'Donnell. ഗ്ലെൻകോ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ആൻഡ് ഹിസ്റ്റോറിക്കലി കുറേ സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഇൻ സ്കോട്ടിഷ് ഹിസ്റ്ററി. അത് കഴിഞ്ഞ് നമ്മളിപ്പം ലഞ്ച് കഴിക്കാനാണ് പോകുന്നത്. സോ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ദീസ് ക്യൂട്ട് വില്ലേജസ്. വഴിയിൽ വളരെ ക്യൂട്ടായിട്ടുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വഴിയിൽ നമുക്ക് കുറേ ലേക്സ് കാണാൻ സാധിച്ചിരുന്നു, കുറേ ക്ലീൻ ആൻഡ് പ്രിസ്റ്റൈൻ ലേക്സ്. Bonnet road to the water sleep to let and you get a bonnet chile can you lick a yara who get the bonnet road to the water sleep to let and you get a bonnet chile can you lick a yara bonnet chivek all banana pole on your tap. ആഫ്റ്റർ ലഞ്ച് നമ്മൾ എത്തിയിരിക്കുന്നത് ലോക്ക് നെസ്സിലാണ്. സോ ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലേക്കാണ്. സോ നെസ് എന്നാണ് ഈ ലേക്കിന്റെ പേര്. ആൻഡ് ഇവിടെ ഒരു മോൺസ്റ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ പേര് നെസ്സി എന്നാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആ നെസ്സി എന്ന മോൺസ്റ്ററിന്റെ ഫിഗർ ആണ്. നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ആ മോൺസ്റ്റർ ഇല്ലേ, അത് ഇവിടുത്തെ ഒരു വലിയ മോൺസ്റ്റർ ആണ് ഈ ലേക്കിൽ ഉണ്ടാവുന്ന. അതൊരു ലെജൻഡ് ആണ് ആക്ച്വലി. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ബിലീവ് ആണ് അങ്ങനെ ഒരു ക്രിയേച്ചർ ഉണ്ട് ഇവിടെ ഈ ലേക്കിൽ. കുറെ ആൾക്കാർ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കഥ ഉണ്ട്. അതൊരു സബ്മറീനോ, അത് ചിലവർ പറയുന്നത് അതൊരു നോർമൽ എന്താ പറയണ്ടേ ഫിഷിനു, നമ്മളെ ഇലക്ട്രിക് ഈൽ ഉണ്ടാവില്ലേ അതേപോലത്തെ ഒരു ഫിഷിനു. പക്ഷെ ഓരോ സ്റ്റോറീസിൽ ചില ഇവിടുത്തെ ലോക്കലൈറ്റ്സിന്റെ ബിലീവാണ് അത് ഒരു ഡ്രാഗൺ ആണ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനത്തെ ഒരു ബിലീഫ് സിസ്റ്റമാണ്. കണ്ടിട്ട് കാണിക്കാം വീഡിയോ. അതന്നെ, ഇന്ന് നമ്മൾ ആ ക്രൂസിൽ പോവാണ്. ലെറ്റ്സ് സീ അതുണ്ടോ ഇല്ലയോ. ഞങ്ങള് ഇപ്പം ഒരു ക്രൂസിന് വേണ്ടി വന്നില്ലേ, അതിന്റെ ടിക്കറ്റ്സ് ഞങ്ങള് ബസ് ഡ്രൈവറിന്റെ അടുത്ത് തന്നെയാണ് വാങ്ങിയത്. ഞങ്ങളെടുത്ത ഈ ബസ് ടൂറിന്റെ പേര് ടിംബർ ബുഷ് ടൂർസ് എന്നാണ്. അതിന്റെ ഞാൻ ഫുള്ളി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. Hello and welcome on board the Jacobite Warrior.
ഈ ലോക്ക് നെസ് ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ് ആൻഡ് ഇവിടെ അത്ര വിസിബിലിറ്റി ഇല്ല, വെള്ളം അത്ര ക്ലിയർ അല്ല, നമുക്ക് അടി കാണാൻ പറ്റില്ല ബിക്കോസ് ഇതിൽ കുറേ കാർബൺ കണ്ടന്റ് ഉണ്ട്. എങ്ങനെയുണ്ട് ഹോട്ട് ചോക്ലേറ്റ്? ഇത് wrong ആവൂല. Yeah, you can't go wrong with it. Chino, how was it? It was good. It was really good. ആ സ്ഥലത്ത് പോയെന്ന്. So we are done with the cruise and it was a very good experience. വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. വെള്ളത്തിന് ലൈക്ക് നല്ല തണുപ്പുള്ള വെള്ളമാണ്. ലൈക്ക് ഐ ഓൾറെഡി സ്റ്റേറ്റഡ്, ലൈക്ക് ഇങ്ങനത്തെ വെള്ളം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഫുൾ പ്യുവർ ബ്ലാക്ക്. സോ ഞങ്ങളിപ്പം തിരിച്ച് ബസ്സിൻ്റെ ലൊക്കേഷനിലേക്ക് പോവാണ്. ബ്യൂട്ടിഫുൾ കാസിലിൻ്റെ വ്യൂവും കിട്ടി. സോ ഞങ്ങൾ ഈ ടൂറിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് കാസിലിൽ ഇറങ്ങിയിട്ട് കാസിൽ ടൂർ കംപ്ലീറ്റ് ചെയ്യുക ആൻഡ് അവിടുന്ന് ജസ്റ്റ് കുറച്ച് ബോട്ട് ക്രൂസ് ചെയ്യുക. പിന്നെ വേറെ ഒന്നുണ്ടായിരുന്നു ഓൺലി ക്രൂസ്, നോ കാസിൽ. സോ അപ്പോൾ ഞങ്ങൾ അതാണ് ചൂസ് ചെയ്തത് ബിക്കോസ് ഓൺലി ക്രൂസിൽ ആ കാസിലിൻ്റെ പുറത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ആ കാസിൽ ലൈക്ക് ഓണസ്റ്റ്ലി ഫുള്ളി റൂയിൻഡ് ആണ്, അത്ര പൊടിഞ്ഞ് വീണ് കിടക്കുകയാണ്. സോ നമുക്ക് അങ്ങനെയൊന്നും കാണാനില്ല, നമുക്ക് ആ ക്രൂസിൽ നിന്ന് കാണുന്നതേ ഉള്ളൂ. സോ ഐ തിങ്ക് ദാറ്റ് വാസ് ഫൈൻ ആൻഡ് ദിസ് വാസ് ദ ചീപ്പർ ഓപ്ഷൻ ഓൾസോ. സോ നിങ്ങൾ അഥവാ ഞങ്ങളിപ്പോൾ റെക്കമെൻഡ് ചെയ്ത് ഈ ടിംബർ ബുഷ് ടൂർസ് വയ വരികയാണെങ്കിൽ നിങ്ങൾ വെറും ക്രൂസ് സെലക്ട് ചെയ്തോളൂ. സോ ഇതാണ് നെസ്സിയ എന്ന മോൺസ്റ്റർ. അതിൻ്റെ ലൈക്ക് കാണാനൊരു ഡൈനോസർ രൂപമാണ് ആൻഡ് അതിൻ്റെ കൈയും കാലും ഫിൻസാണ്, ലൈക്ക് ഫിഷിനെ പോലത്തെ ഫിൻസാണ്. വളരെ ചെറിയൊരു പാമ്പിനെ പോലത്തെ മുഖമാണ്. സോ അതിൻ്റെ ഹിസ്റ്ററി ഇതാ സ്റ്റോറി ഇതാണ്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് അതിനെ വായിക്കാം. സോ ദിസ് ഈസ് ദ സ്റ്റോറി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇതൊരു ഐസ്ക്രീം സ്റ്റോപ്പായിരുന്നു. ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള സ്കോച്ച് ഐസ്ക്രീം കിട്ടുന്നതാണ്. ഇതൊരു നല്ല ക്യൂട്ടായിട്ടുള്ള സ്ഥലമായിരുന്നു. നല്ല പൂക്കളും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിവിടെ ഈ ഷോപ്പിലാണ് ഒത്തൻറ്റിക് സ്കോച്ച് ഐസ്ക്രീം കിട്ടുക എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ കുറച്ച് നേരം ലൈനിൽ വെയിറ്റ് ചെയ്തു. ഇത്രയൊക്കെ ലൈനുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യാം. സോ ഇത് ആക്ച്വലി ഒത്തൻറ്റിക് വിസ്കി ഐസ്ക്രീം സെൽ ചെയ്യുന്ന സ്ഥലമാണ്. സോ മിത്തുപ്പം വിസ്കി ഐസ്ക്രീമാണ് വാങ്ങിയത്. ആൻഡ് ഇത് സ്കോട്ടിഷ് ടാബ്ലറ്റ് എന്ന ഫ്ലേവർ ഐസ്ക്രീമാണ്. ഓ വാവ്. ഓക്കെ, അങ്ങനെ ഒരു കയ്പ് സ്ട്രോങ് ഫ്ലേവർ ഉണ്ട്, നല്ല സ്ട്രോങ് ഫ്ലേവർ ഉണ്ട്. ഫോട്ടോ എടുക്കാം. ബസ് ഇപ്പം സ്ഥലം വിടും അവിടെ.
തിരിച്ചു പോകുമ്പോഴുള്ള ട്രാഫിക്കാണിത്, ഒരു രക്ഷയില്ലായിരുന്നു. ഇന്നത്തെ സൺസെറ്റാണിത്. എന്ത് തോന്നുന്നു, നല്ല ഭംഗിയില്ലേ? സോ ഞങ്ങളിതാ ട്രിപ്പ് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എഡിൻബ്രയിൽ തന്നെയാണ്. ആൻഡ് ഇവിടുത്തെ ഒരു ടാക്കോ ബെല്ലിൽ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിയിൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അത് കാരണം ഓൾമോസ്റ്റ് 1 hour ഡിലേ ആയി. ഞങ്ങൾ എത്തേണ്ട സമയം 8 o'clock ആയിരുന്നു, ബട്ട് 9 o'clock ആയി എത്തുമ്പം. സോ അങ്ങനെ ഒരു ഡിലേ ഉണ്ടായിരുന്നു. ഓൾ ടുഗദർ ബ്യൂട്ടിഫുൾ ട്രിപ്പ്. ലൈക്ക് ഇറ്റ് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. മസ്റ്റ് ഡൂലാണ്. 1 day ഇതിനെന്തായാലും നിങ്ങൾ മാറ്റിയേക്കണം. ബട്ട് അതർവൈസ് കുറച്ച് ടയറിങ് പറഞ്ഞാൽ അത്ര ടയറിങ് അല്ല, ഇന്നലത്തെ അത്ര തീരെ ടയറിങ് അല്ല. ബട്ട് വാക്കിംഗ് ഇല്ല, ഇറ്റ്സ് ജസ്റ്റ് സിമ്പിൾ. നിങ്ങൾ ബസ്സിൽ കുറേ നേരം ഇരിക്കേണ്ടി വരും, പിന്നെ കുറേ സീനിക് വ്യൂസ് ഉണ്ടാവും. ലൈക്ക് ഇറ്റ്സ് ഓൾ വെരി ബ്യൂട്ടിഫുൾ. സോ ഞാൻ അതിന് 100% റെക്കമെൻഡ് ചെയ്യും. മിത്തു വാട്ട് അബൌട്ട് യു? എന്നാൽ പിന്നെ ഞാൻ ഈ വ്ളോഗ് ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോവാണ്. നിങ്ങൾ എന്തായാലും നാളത്തെ വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നാളെ ഞാൻ വേറെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സോ ടിൽ ദെൻ ബൈ.